അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇലക്ഷനൊക്കെ ഇങ്ങനെ വന്നില്ലേ? നമ്മളെപ്പോഴും ഇടതിനും വലതിനും വോട്ട് ചെയ്ത് നമുക്കെന്ത് ഗുണം കിട്ടി, നമ്മുടെ നാടിനെന്ത് ഗുണം കിട്ടി എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഗുണം കിട്ടിയവരും ഉണ്ടാകും, ഗുണം കിട്ടാത്തവരുണ്ടാകും, നാടിന് പുരോഗമനം വന്നിട്ടുണ്ടാകും. രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ വന്നാൽ എന്താ ദോഷം? ഫസ്റ്റും സെക്കൻഡും വന്നില്ലേ? ഇനി കുറച്ച് നാൾ അവർ റെസ്റ്റ് എടുക്കട്ടെ. അത്യാവശ്യം അവർക്കൊക്കെ കാര്യങ്ങൾ നടക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നു. പിന്നെ അവർ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഒരു മൂന്നാം മുന്നണി വരട്ടെ. അവർ വന്നാൽ എന്ത് മലമറിക്കുമെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും. മലമറിക്കുമെന്ന് കൊടുത്താലല്ലേ നമുക്കറിയാൻ പറ്റൂ എന്തെങ്കിലും മറിക്കുമെന്ന്. എന്തായാലും ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ അനുഭവമുള്ള ഒരു പാർട്ടി കേരളത്തിൽ വന്നാൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടും, കിട്ടാതൊന്നും ഇരിക്കത്തില്ല. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ നിൽക്കുന്ന രാഷ്ട്രീയം അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്, കുറേ കുട്ടികളുണ്ട്, പിന്നെ കുറേ ഒന്നും അല്ലാത്ത കൊച്ചു കുട്ടികൾ, ഇതൊന്നും അറിയാത്തവരുണ്ട്. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, സാധാരണക്കാരെ മനസ്സിലാക്കാൻ, അവരെ ഒന്ന് സ്നേഹിക്കാൻ. ഇപ്പോൾ വോട്ട് ചോദിച്ച് ഇലക്ഷൻ വോട്ട് ചോദിച്ച് ഇങ്ങനെ നാട് തോറും നടന്ന് വീട് തോറും നടന്ന് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്ന, എല്ലാവരോടും സൗഹൃദം പറയുന്നു. ആ സന്തോഷവും ആ സ്നേഹവും നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാലും ആ സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് കാണാൻ ശ്രമിച്ച് വരുന്ന ഒരു സാധാരണക്കാരനെ ഒന്ന് കേൾക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തിയാൽ മാത്രം മതി, അല്ല വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലായോ? അപ്പോൾ ജനങ്ങളെ സ്നേഹിക്കാൻ, ജനങ്ങളെ സേവിക്കാൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നോ അവിടെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വിജയം. അല്ലാതെ സ്നേഹിക്കുന്ന എത്രയോ പേര് സ്നേഹിക്കുന്ന, ഇപ്പോൾ സൂരജ്, ഉബൈദ്, പിന്നെ മച്ചാൻ, തോണിയച്ചായൻ, ആരെല്ലാം, എനിക്ക് എല്ലാവരുടെയും ഒന്നും പേര് ഓർമ്മയിൽ വരുന്നില്ല. എത്രയോ കുട്ടികൾ ഇവിടെ ആതുര സേവനം ചെയ്യുന്ന പെൺകുട്ടികളും ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും ഒന്നും പേര് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പം മറ്റൊരാളിനെ സഹായിക്കുന്നതിന് ഒരു സ്ഥാനം വേണമെന്നില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലൊരു സ്ഥാനമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇപ്പം പറയുന്ന എനിക്കൊരു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ BJPയെ രക്ഷപ്പെടുത്താത്തത് BJP തന്നെയാണ്, അല്ലാതെ കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല. കാരണം മറ്റൊന്നുമല്ല, ഫസ്റ്റ് സീറ്റ് കിട്ടേണ്ടുന്ന, ഒരു ടിക്കറ്റ് കിട്ടേണ്ടുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അവർക്കത് കിട്ടാറില്ല എന്നുള്ളത് ഒരു സത്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പാലക്കാട് അവർ പോയി നിന്നപ്പോൾ അവിടെ ആരാണ് അവരെ തടയാൻ ചെന്നത്? രമേശ് പിഷാരടിയെ തടയാൻ ചെന്ന ആരാ? BJPയുടെ ആളാണോ? ആണെങ്കിൽ അത് BJP ആണ് നോക്കേണ്ടത്. എന്തിനാണ് തടഞ്ഞത്, ആര് പറഞ്ഞിട്ടാണ് തടഞ്ഞത് എന്ന് നോക്കേണ്ടുന്നത് ആ നേതൃത്വമാണ് നോക്കേണ്ടത്. കാര്യം ഇവിടെ ഇലക്ഷൻ വോട്ട് ചോദിക്കാനും മുന്നോട്ട് സഞ്ചരിക്കാനുമൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. ഇന്ത്യയല്ല, ഇപ്പം ഞാൻ ഭാരതം എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഈ ഭാരതത്തിൽ എല്ലാവർക്കും അവകാശമുള്ള ഒരു കാര്യം എല്ലാവരും ചെയ്യട്ടെ. ഒരാളുടെ പോസ്റ്റർ കയറി കളയുക, അല്ലെ മറ്റൊരാളിനെ ദ്രോഹിക്കുക, അല്ലെ മറ്റൊരാളെ തടയുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ ആർക്കാണോ സ്ഥാനം കൊടുക്കേണ്ടത്, അംഗീകാരം കൊടുക്കേണ്ടത്, അത് കൊടുക്കും. കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ല ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ, അതിനിപ്പോൾ അമ്മായി വന്ന് തള്ളി, അല്ലേ അമ്മച്ചി വന്ന് തള്ളി എന്നൊന്നും പറഞ്ഞ് ആരും വരണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ.